ഗോവിന്ദചാമിയെ പുറത്തേക്കിറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സാനിയോ മനോമിയുണ്ട്. സാനിയോ മനോമി, ജയിൽ വളപ്പിലെ പരിശോധനയും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഗോവിന്ദചാമി ഇതാ പുറത്തേക്കെത്തുന്നു. അതെ സുജിയ, ജയിൽ വളപ്പിലെ പരിശോധനയും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു കൂസലുമില്ലാതെ നടന്നു വരികയാണ്. മാത്രവുമല്ല ഒരു ക്ഷീണമോ അല്ലെങ്കിൽ ഇത്രയും നേരം അലഞ്ഞതിൻ്റെ ഒരു പ്രശ്നങ്ങളോ ഒന്നും അയാളുടെ മുഖത്തില്ല എന്നുള്ളതാണ്. ഒരു കൂസലുമില്ലാതെ എല്ലാവരെയും തുറച്ചു നോക്കിക്കൊണ്ട് തന്നെയാണ് വരുന്നത്. ഏതായാലും നേരത്തെ ഒരു ദൃശ്യം നമ്മൾ കണ്ടതാണ്. തലയ്ക്ക് അടിച്ച ഒരാളെ വളരെ രൂക്ഷമായി നോക്കുന്നു. മാത്രമല്ല ആദ്യം കണ്ട ഉണ്ണികൃഷ്ണനോട് നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഗോവിന്ദചാമിയെ ഇപ്പോൾ തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അതായത് ജയിൽ വളപ്പിലെയും 10-ാം നമ്പർ ബ്ലോക്കിലെയും ഒക്കെ പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം വീണ്ടും സ്റ്റേഷനിലേക്ക്, കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കിയതിന് ശേഷമായിരിക്കും പിന്നീട് കോടതിയിൽ ഹാജരാക്കുക. കോടതിയിൽ ഏത് വിധേനയാണ് ഹാജരാക്കുക എന്നത് ഇപ്പോൾ വ്യക്തമല്ല. ഒരുപക്ഷേ കോടതിയിൽ ഹാജരാക്കുക ഓൺലൈനായിട്ടായിരിക്കും എന്നൊരു സംശയമുണ്ട്. അതിൽ ഉറപ്പ് പറഞ്ഞിട്ടില്ല. ഏതായാലും ഇപ്പോൾ അയാളെയും കൊണ്ട്, ഗോവിന്ദചാമിയെയും കൊണ്ട് പോലീസ് ടൗൺ സ്റ്റേഷനിലേക്ക് തന്നെ പോവുകയാണ്. 5 മിനിറ്റിനകം ടൗൺ സ്റ്റേഷനിൽ വീണ്ടും എത്തിച്ചേരും. അതിനുശേഷം അവിടെ നിന്ന് റിമാൻഡ് റിപ്പോർട്ട് അടക്കം പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുന്നുണ്ടാവുക. 5 മണിക്ക്, കൃത്യം 5 മണിക്ക് കോടതിയിൽ ഹാജരാക്കാനാണ് ആലോചിക്കുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നു. അത് നടക്കുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. 4 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഗോവിന്ദചാമിയുമായുള്ള പോലീസ് വാഹനം സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഒരു പകൽ, അതായത് ഇന്നത്തെ പകൽ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ കയ്യിൽ അത്യാവശ്യം യാത്രയ്ക്കുള്ള പണമൊക്കെ മോഷണത്തിലൂടെ സമാഹരിക്കാനൊക്കെ ഗോവിന്ദചാമിക്ക് പദ്ധതി ഉണ്ടായിരുന്നിരിക്കണം എന്ന് വേണം മനസ്സിലാക്കാൻ. നാട്ടുകാരുടെ ഇടപെടൽ അതാണ് ഗോവിന്ദചാമി പിടിയിലാകുന്നതിൽ നിർണായകമായത്. ഒരു ഒളിസങ്കേതം തേടി അലഞ്ഞ ഗോവിന്ദചാമിയെ കൃത്യമായി പുറകെ വളഞ്ഞ നാട്ടുകാർ ഒടുവിൽ കിണറ്റിലുണ്ട് എന്ന് പോലീസുകാരോട് ചൂണ്ടിക്കാട്ടുന്നതുവരെ അവരുടെ ഒരു ജാഗ്രത അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ജയിലിനുള്ളിലെയും ജയിൽ വളപ്പിലെയും ഗോവിന്ദചാമി രക്ഷപ്പെട്ട് പുറത്തേക്കിറങ്ങിയ വഴിയിലെയും തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ ജയിലിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഗോവിന്ദചാമിയെ കൊണ്ടുപോവുകയാണ്. സാനിയോ മനോമി, നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ഓൺലൈനായോ അല്ലെങ്കിൽ നേരിട്ട് ഹാജരാക്കിയോ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കുകയോ ചെയ്യായിരിക്കും അല്ലേ? അതെ, നേരിട്ടാണ് ഹാജരാക്കുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. സുജയ, കൃത്യം 5 മണിക്ക് നേരിട്ട് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം കൃത്യം 5 മണിക്ക് തന്നെ സ്റ്റേഷനിൽ നിന്നിറക്കി കോടതിയിൽ നേരിട്ട് ഹാജരാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. ഏതായാലും അങ്ങനെയാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് അല്പദൂരം മാത്രമേ ഉള്ളൂ കോടതിയിലേക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു 5-5 ആകുമ്പോഴേക്കും കോടതിയിൽ എത്തേണ്ടത് തന്നെയാണെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഇപ്പോൾ വാഹനം പുറപ്പെട്ടിരിക്കുന്നു. സാനിയോ, അർജുൻ കല്യാടിലേക്ക് പോകുന്നു. അർജുൻ കല്യാട്, ഇപ്പോൾ ജയിൽ വളപ്പിൽ നിന്ന് ഗോവിന്ദചാമിയുമായുള്ള പോലീസ് വാഹനം വലിയ പോലീസ് സുരക്ഷയിലാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോഴും ഭാവമൊന്നും ഒട്ടും മാറിയിട്ടില്ല. പുറത്തേക്കിറങ്ങി ഇനിയും അവസരം കിട്ടിയാൽ ചാടും എന്ന മട്ടിലാണ് ഗോവിന്ദചാമി ഈ തെളിവെടുപ്പിലൊക്കെ സഹകരിച്ച് കൂടെ നടക്കുന്നത് നമ്മൾ കാണുന്നത്. തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ എവിടേക്കാണ് വാഹനം നീങ്ങുന്നത് അർജുൻ? സുജിയ, ഇന്ന് രാവിലെ മുതൽ തന്നെ ഗോവിന്ദചാമിയെ പിടികൂടിയത് മുതൽ ഗോവിന്ദചാമിക്കുള്ള അതേ ഭാവത്തിൽ തന്നെയാണ് ഗോവിന്ദചാമി ഇപ്പോഴും ഉള്ളത്. ഒരു ഭാവ വ്യത്യാസവും ഗോവിന്ദചാമിയിൽ പ്രകടമല്ല. പോലീസ് ചോദിക്കുന്നതിന് ഉത്തരം നൽകുന്നു എന്നതിൽ കവിഞ്ഞ് മറ്റൊരു തരത്തിലുള്ള ഭാവ വ്യത്യാസവും ഈ ഗോവിന്ദചാമിയിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നില്ല. എന്തായാലും ഇപ്പോൾ അതീവ സുരക്ഷയിൽ ഗോവിന്ദചാമിയെ കണ്ണൂർ കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. തെളിവെടുപ്പിന് ശേഷം ഇത്തരത്തിൽ നേരത്തെ നൽകിയിട്ടുള്ള മൊഴി, ആ മൊഴിക്ക് അനുസൃതമായ രീതിയിൽ തന്നെയാണോ ഇവിടെ തെളിവെടുപ്പിലും കാര്യങ്ങൾ ഗോവിന്ദചാമി വിശദീകരിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് നോക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ മറ്റ് പരിശോധനകളുടെ ആവശ്യമുണ്ടാവില്ല. നേരത്തെ നൽകിയിട്ടുള്ള മൊഴി അത് കോടതിയെ ധരിപ്പിക്കും. അതിനുശേഷം സുരക്ഷാ പ്രശ്നങ്ങൾ ഇവിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുരക്ഷാപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ കോടതിയെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ വിയൂരിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികൾ കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ ഉണ്ടാവുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒരുപക്ഷെ ഈ വഴിയിലൂടെയൊക്കെ തന്നെ ആയിരിക്കണം ഗോവിന്ദചാമി ഈ ജയിൽ ചാടിയതിനു ശേഷം നടന്നു വന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കണ്ണൂർ ജയിലിൽ ചാടിയതിനു ശേഷം ഈ കാണുന്ന പള്ളിക്കുന്ന് ശ്രീപുരം സ്കൂളിൻ്റെ ഭാഗത്തൂടെയൊക്കെ വന്നു കഴിഞ്ഞാലാണ് AKG ആശുപത്രി. AKG ആശുപത്രിയിൽ നിന്നും വലതുവശത്തേക്ക് തിരിഞ്ഞാലാണ് ഗോവിന്ദചാമിയെ ആദ്യമായി ഒരാൾ തിരിച്ചറിയുന്ന സ്ഥലമായിട്ടുള്ള DCC ഓഫീസിൻ്റെ പരിസരം എത്തുന്നത്. അപ്പോൾ ആ മേഖലയിലൂടെ തന്നെയാണ് ഇപ്പോൾ ഈ വാഹനവും കടന്നു പോകുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി
കഴിയുന്നുണ്ട്. എന്തായാലും പോലീസ് വാഹനം ഏറ്റവും മുന്നിലുള്ള ആ വാനിലാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമി ഉള്ളത്. ഏറ്റവും മുന്നിൽ ACPയുടെ വാഹനം, അതിന് തൊട്ട് പിന്നിൽ ഗോവിന്ദച്ചാമിയെ വലിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലുള്ള ആ വാനിനകത്ത് കയറ്റി. അതിന് തൊട്ട് പിന്നാലെ ടൗൺ SHOയുടെ വാഹനം, അതിന് പിന്നിൽ വീണ്ടും ഒരു QRT കമാൻഡോ വാഹനം കൂടി ചേർന്ന അത്രയും വലിയ സുരക്ഷാ സന്നാഹത്തോടു കൂടിയാണ് ഈ ഗോവിന്ദച്ചാമിയെ കൊണ്ടുപോകുന്നത്. ജനങ്ങൾ, അതായത് നേരത്തെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രകോപിതരായി ജനങ്ങൾ ഇടപെടുകയും ജനങ്ങൾ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഗോവിന്ദച്ചാമിയെ ആക്രമിക്കാൻ വരെ തുനിയുന്ന ആൾക്കൂട്ടത്തെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രതിഷേധ സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് കൂടിയാണ് ഇത്രയും അതീവ സുരക്ഷയോടുകൂടി തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഗോവിന്ദച്ചാമിയെ കൊണ്ടുപോകുന്നത്. എന്തായാലും ഇപ്പോൾ ഈ വഴിയിലൂടെ സെല്ലുകളിലെ പരിശോധനയിൽ വലിയ വീഴ്ചയുണ്ട്. അതുപോലെ തന്നെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ചാടാനായിട്ടുള്ള വലിയ ആസൂത്രണം 1.5 മാസത്തോളം ആ പ്രതിക്ക് നടത്താൻ കഴിഞ്ഞു. ഈ വെള്ള വീപ്പകളടക്കം മതിലിനടുത്ത് കൊണ്ടുപോയി ഇടാൻ കഴിഞ്ഞു. സെല്ലിലെ അഴി മുറിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഗോവിന്ദച്ചാമിക്ക് അയാൾ എന്താണോ പദ്ധതിയിട്ടത് അതെല്ലാം നടത്താൻ സാധിച്ച ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. കേവലം ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ജയിൽ വർക്ക്ഷോപ്പിൽ നിന്ന് ബ്ലേഡ് അടക്കം എടുക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ലേ? സുജ, തീർച്ചയായിട്ടും വലിയ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന ഒരു ജയിൽ ചാട്ടമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ ഇത്രയും കാര്യങ്ങൾ വളരെ ആസൂത്രിതമായി ഒരു തരത്തിൽ പോലും ജയിൽ ഉദ്യോഗസ്ഥരുടെ കണ്ണിൽപ്പെടാതെ അവർക്ക് സംശയം തോന്നാത്ത വിധത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നത് വലിയ അല്ലെങ്കിൽ അത്രയും വലിയ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഗോവിന്ദച്ചാമി ഈ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പോൾ വാഹനം, അതായത് ഈ ഗോവിന്ദച്ചാമിയെയും കൊണ്ട് പോലീസ് കടന്നു പോകുന്ന ഈ വഴിയിലൂടെ തന്നെ ആയിരിക്കണം ഗോവിന്ദച്ചാമി നടന്നു വന്നത്. ഒരുപക്ഷെ ഈ DCC ഓഫീസിൻ്റെ പരിസരത്ത് അവിടെ ഇറക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ആ തരത്തിൽ എവിടെയെങ്കിലും വാഹനത്തിൽ നിന്ന് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുമോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. പക്ഷെ എന്തായാലും ഇപ്പോൾ പോലീസ് വാഹനം കടന്നു പോകുന്നത് ഈ വഴിയിലൂടെയാണ്. ഇതുവഴി തന്നെയാണ് ഗോവിന്ദച്ചാമി രാവിലെ നടന്നു വന്നത്, ജയിൽ ചാടിയതിനു ശേഷം നടന്നു വന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. നമുക്കതിൻ്റെ ഒരു CCTV ദൃശ്യങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ലഭ്യമായതാണ്. അതായത് അതിൽ ഗോവിന്ദച്ചാമി നടന്നു പോകുന്നത് ഒരു കൈ, അതായത് തൻ്റെ ഒരു കൈ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി തൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു തുണിസഞ്ചി, ഒരു തുണിക്കെട്ട് ഈ കൈക്ക് മുകളിൽ അല്ലെങ്കിൽ തലയ്ക്ക് മുകളിൽ വെച്ച് ആ രീതിയിലായിരുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നടന്നു നീങ്ങുന്നത്. മറ്റാർക്കും സംശയം തോന്നാം അത്ര പോലും ഗോവിന്ദച്ചാമിക്ക് ആസൂത്രണം ഉണ്ടായിരുന്നു. തന്നെ ആരും തിരിച്ചറിയരുത്, തൻ്റെ കൈ ഒരു തെളിവാണ്, അത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാനുള്ള തൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് എന്നുള്ള ധാരണ ഗോവിന്ദച്ചാമിക്ക് ഉണ്ടായിരുന്നു. അത്രയും ആസൂത്രിതമായ രീതിയിലാണ് അതായത് അർജുൻ കല്യാട് താൻ പുറത്ത് ചാടിയാൽ സൗമ്യ വധക്കേസ് പ്രതി എന്ന നിലയിൽ തന്നെ കേരളത്തിന് പരിചിതമാണ് അല്ലെങ്കിൽ പരിചയമുണ്ട് എന്നതറിയാം. ശരീരഭാരം കുറച്ചതോടെ രൂപത്തിലൊക്കെ, അതായത് ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോഴൊക്കെ നമ്മൾ കണ്ട തടിച്ചു കൊഴുത്ത രൂപത്തിൽ നിന്ന് മാറ്റമുണ്ട്. പിന്നെ താടി വളർന്നിരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയില്ല. പിന്നെ തിരിച്ചറിയാനുള്ള ഒരേ ഒരു കാര്യം ആ ഒറ്റ കൈയാണ്. ആ ഒറ്റ കൈ കൂടി മറച്ചു കഴിഞ്ഞാൽ താൻ സേഫാണ് എന്ന് ഗോവിന്ദച്ചാമി കരുതിയിരുന്നു എന്നുകൂടി കരുതാമല്ലേ? തീർച്ചയായിട്ടും സുജി, ആ ഒരു ധാരണയിൽ തന്നെയാണ് ഗോവിന്ദച്ചാമി ഇതുവഴി നടന്നു വന്നത്. പക്ഷേ അതൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. കാരണം ഏകദേശം 2 കിലോമീറ്റർ ദൂരം വരെ ഈ ഗോവിന്ദച്ചാമി റോഡ് വഴി നടന്നു വന്നിട്ടും ആർക്കും ഗോവിന്ദച്ചാമിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഈ പറയുന്ന കൈ മറച്ചു വെച്ചത് തന്നെ ആയിരിക്കാം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് നമുക്ക് തോന്നുകയാണ്. ഇപ്പോൾ ഈ വാഹനം ഗോവിന്ദച്ചാമിയെ കോടതിയിലേക്ക് ഹാജരാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പോലീസ് വാഹനം പോകുന്നത് കോടതിയിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇനി ഒരുപക്ഷെ വീണ്ടും സ്റ്റേഷനിൽ ഹാജരാക്കി അതിനുശേഷം കോടതിയിലേക്ക് എത്തിക്കുമോ എന്നുള്ള കാര്യത്തിലും ഒരു സംശയമുണ്ട്. പക്ഷേ വാഹനം ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആകുന്നു. 5 മണിക്ക് മുൻപ് കോടതിയിൽ ഹാജരാക്കാനായിട്ടുള്ള ഒരു തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഇനി 20 മിനിറ്റേ ഉള്ളൂ 5 മണിയാവാൻ. ഇല്ല, ഈ കോടതിയിലേക്കല്ല ഈ വാഹനം പോകുന്നത്, കോടതി ഭാഗത്തേക്ക് പോകുന്നില്ല. നേരെ ടൗൺ സ്റ്റേഷൻ്റെ, അതായത് നേരത്തെ ചോദ്യം ചെയ്യലും മറ്റ് തെളിവെടുപ്പുകളുമൊക്കെ തെളിവെടുപ്പല്ല, ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൻ്റെ ഒക്കെ പരിസരത്ത് തന്നെയാണ് ഇപ്പോൾ ആ ഭാഗത്തേക്ക് തന്നെയാണ് ഈ വാഹനം പോകുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ വാഹന വ്യൂഹം കടന്നു പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഗോവിന്ദച്ചാമിയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ജയിലിനകത്തും ജയിൽ വളപ്പിലും പരിസരത്തും പ്രതിയെ എത്തിച്ച് തെളിവെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്.